നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ചുനാൾ മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകരവാദ സംഘടനയെ ഭാരത സർക്കാർ നിരോധിച്ചിരുന്നു. അതിനെ തുടർന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളുടെ ഒന്നാം നിര നേതാക്കൾ, രണ്ടാം നിര നേതാക്കൾ, മൂന്നാം നിര നേതാക്കൾ, ഈ മൂന്ന് തട്ടുകളിലുള്ള നേതാക്കളുടെയും വീടുകളിൽ റെയ്ഡുകൾ പലതും നടന്നിരുന്നു. ആ റെയ്ഡുകളിൽ നിന്ന് വെളിവായി വന്ന വിവരങ്ങൾ പലതും ഞെട്ടിക്കുന്നതായിരുന്നു. അതൊരു സത്യമാണ്. കാരണം ഏതാണ്ട് 900-ഓളം ആളുകളുടെ, പ്രത്യേകിച്ച് BJP RSS പ്രവർത്തകരുടെയും നേതാക്കളുടെയും ന്യായാധിപന്മാരുടെയും പോലീസുകാരുടെയും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ പേരുകൾ ചേർത്ത ഒരു ഹിറ്റ് ലിസ്റ്റ്, ഇവരൊക്കെ വധിക്കപ്പെടേണ്ടവരാണ്, അതിനുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ആ ഹിറ്റ് ലിസ്റ്റ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. അതിനെ പിന്തുടർന്ന് അന്വേഷണ ഏജൻസികൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും വീണ്ടും പുറത്തു വന്നു. അതിൽ നിന്ന് ഈ ഹിറ്റ് ലിസ്റ്റിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യവും വെളിവായി വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള പോലീസിലെ പലരും തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ വിശദ വിവരങ്ങളും അവരുടെ സഞ്ചാരപഥങ്ങളും അവരുടെ അഡ്രസ്സുകളും അവരെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജിഹാദികൾക്ക് ചോർത്തി നൽകിയിരുന്നതും എന്ന വിവരവും വെളിവായി വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽപ്പെട്ട ഒരു PV അലിയാർ. ആ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ചോർത്തുന്നത് അഗ്രഗണ്യനായിരുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, സസ്പെൻഡ് ചെയ്യുകയോ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ ഒന്നുമല്ല ചെയ്തത്. സ്ഥലം മാറ്റം മാത്രമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായത്. അതും ഒരു ശിക്ഷാ നടപടി എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഒരു സ്വാഭാവിക സ്ഥലം മാറ്റം എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടത്. ആന്തരികമായിട്ട് അത് പക്ഷേ ശിക്ഷാ നടപടി ആയിരുന്നു എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഈ സംഭവം നടന്നത്. PV അലിയാരെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് സ്ഥലം മാറ്റിയത്. എന്നാൽ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ മൂന്നാറിലേക്ക്, രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് UDF സർക്കാർ. വളരെയധികം ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്തയാണ് ഇത് എന്ന് പറയാതെ വയ്യ. കാരണം ഇത്തരത്തിൽ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ യാതൊരു ഒളിവും പറയുമില്ലാതെ BJP RSS നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഒക്കെ വിവരങ്ങൾ ഈ ജിഹാദികൾക്ക് ചോർത്തി നൽകുവാൻ തയ്യാറാകുന്ന ഒരു ഉദ്യോഗസ്ഥനെ രഹസ്യാന്വേഷണ വിഭാഗം പോലെ അത്യന്തം കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട, രാജ്യസുരക്ഷയെ തന്നെ ബാധിച്ചേക്കാവുന്ന വിവരങ്ങൾ കണ്ടെത്തി അതിന് നടപടികൾ, നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ട ഒരു വിഭാഗത്തിലേക്ക്, പോലീസിലെ ഏറ്റവും സുരക്ഷ വേണ്ട ഒരു വിഭാഗത്തിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ, നേരത്തെയും അയാൾ അവിടെ തന്നെയായിരുന്നു ജോലി ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഇയാൾക്ക് വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകുന്നത്. അത്തരത്തിലൊരു വിഭാഗത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ ഇനി ഇയാൾ എന്തൊക്കെ ചെയ്യില്ല എന്നുള്ളതിന്റെ കാര്യത്തിൽ, അല്ലാതെ ഇയാൾ മാനസാന്തരം വന്ന് എല്ലാത്തിലും പശ്ചാത്തപിച്ച് ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ ഇനി വേണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കളുടെ ഒളിത്താവളങ്ങൾ, എപ്പോഴും പല ജിഹാദികളും ഒളിവിലാണ്, ഈ കുഞ്ഞു ജിഹാദികൾ, അല്ലെങ്കിൽ ഇവർക്ക് ഫണ്ട് നൽകിയിരുന്ന വലിയ ജിഹാദികൾ പുറത്തുണ്ട്, അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം NIA-ക്ക് നൽകിക്കൊള്ളാം എന്നുള്ളൊരു പ്രായശ്ചിത്ത ഉപാധിയുമായിട്ടൊന്നും അല്ല PV അലിയാർ രഹസ്യാന്വേഷണ ഏജൻസി വിഭാഗത്തിലേക്ക് തിരികെ വരുന്നത്. ഇനിയും അവിടെ നിന്ന് ഇയാൾ എന്തെല്ലാം കാണിക്കില്ല എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെയധികം RSS BJP പ്രവർത്തകരുടെ ജീവനുണ്ടാകുന്ന അപകടങ്ങൾ, ഭീഷണികൾ എന്നുള്ളതിനും അപ്പുറം രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ള ജിഹാദികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഭീഷണിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. PV അലിയാർ ഒരു വ്യക്തി മാത്രമാണ്. പക്ഷെ PV അലിയാർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന അവസാന വ്യക്തിയല്ല. SDPI പ്രവർത്തകർ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ജിഹാദി പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയകരമായിട്ടുള്ള SDPI പ്രവർത്തകർ അല്ലെങ്കിൽ അതിന്റെ നേതാക്കൾ പോലീസുകാരുടെ ക്യാൻറ്റീൻ കാർഡ് ഉപയോഗിച്ച് പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പിടിക്കപ്പെട്ട സംഭവങ്ങൾ പുറത്തറിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല. ഇത്തരത്തിൽ പോലീസിൽ പച്ച വെളിച്ചം എന്നുള്ള ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ജിഹാദികൾക്ക് സഹായഹസ്തവുമായി. വെളിച്ചത്തിന്റെ അവാന്തര വിഭാഗം എന്നുള്ളതുപോലെ പോലീസിൽ അല്ലെങ്കിൽ പോലും പുറത്ത് വിളക്കുമാടം എന്നുള്ള പെണ്ണുങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കൂട്ടായ്മയും ഉണ്ടായിരുന്നു. ടെലിഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിലും മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് മാത്രം ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ടുവന്ന് സൗഹൃദ വലയത്തിലാക്കി ജിഹാദികൾക്ക് ഇരയായി ഇട്ടുകൊടുക്കുവാൻ വേണ്ട തരത്തിലുള്ള മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഓരോ പെൺകുട്ടികളുടെ TCS-ൽ നടന്ന വിവാദം പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. അതിന്റെയൊക്കെ ഒരു പ്രാരംഭ പരിശീലന ഘട്ടം അല്ലെങ്കിൽ ഒരു ഒരു പരിശോധനാ ഘട്ടം
നടന്നിരുന്നത് ഇവിടെ കേരളത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയധികം ഗൗരവമേറിയ വിഷയമായിട്ട് പോലും ഈ പച്ചവെളിച്ചം, വിളക്കുമാടം തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. കാരണം കേരളമായിരുന്നു അതിന്റെ ഒരു പരീക്ഷണശാല, അതിന്റെ ഒരു വികാസം, പരീക്ഷണം വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് TCS പോലെ ഭാരതമൊട്ടാകെ ഇത്തരം സംഘങ്ങൾ പടർന്ന് പന്തലിച്ചത്. കാരണം ഇതിന്റെ എല്ലാം പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ പഴയ സിമിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ജിഹാദിയോ അല്ലെങ്കിൽ ജിഹാദികളുടെയോ സാന്നിധ്യം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നും. ഇനി ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ PV അലിയാർ, ഞാൻ പറഞ്ഞല്ലോ PV അലിയാർ എന്നുള്ള വ്യക്തി ഇവിടെ പ്രസക്തമേ അല്ല. PV അലിയാർ ഒരു സൂചന മാത്രമാണ്, ഒരു രോഗത്തിന്റെ ലക്ഷണം മാത്രമാണ്. രോഗം ജിഹാദാണ്, ജിഹാദികളാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ഭീകരവാദ സംഘടനകളാണ്. ആ സംഘടനകളോട് മതത്തിന്റെ പേരിൽ മാത്രം അനുഭാവം വെച്ച് പുലർത്തുന്ന PV അലിയാറെ പോലുള്ള പുഴുക്കുത്തുകളാണ്, നമ്മുടെ പോലീസ് സംവിധാനത്തിലുള്ള പുഴുക്കുത്തുകളാണ്. ഇപ്പോൾ PV അലിയാർ മാത്രമല്ല, നാളെ ഒരു ഉണ്ണികൃഷ്ണനും ഇതിൽ പെട്ടേക്കാം. ഉണ്ണികൃഷ്ണൻ പക്ഷെ മതത്തിനും അപ്പുറം എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ പെട്ടായിരിക്കാം ഇതിലേക്ക് വരുന്നത്. അത് കൈക്കൂലി വാങ്ങുന്നതിനാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള ചില പ്രശ്നങ്ങൾ അവിടെയുമുണ്ട്. ഈ PV അലിയാറെ പോലുള്ളവർ ഈ നിമിഷ ഫാത്തിമയെ പോലുള്ളവരെ അതിർത്തി കടത്തുന്ന ഭീകരവാദികളെ മാത്രമല്ല സഹായിക്കുന്നത്. ആന്തരികമായിട്ട് ഇവർ മതത്തിന് വേണ്ടി മതപരിവർത്തനവും നടത്താം. ഉണ്ണികൃഷ്ണനെ ഉണ്ണിക്കോയെ ആക്കാം. ഉണ്ണിക്കോയെ ആക്കിയാൽ ഉണ്ണികൃഷ്ണൻ PV അലിയാറെക്കാളും അപകടകാരിയാകും. കാരണം പുത്തൻ അച്ചി പുരപ്പുറം തോക്കുമെന്നുള്ളൊരു പഴയ ചൊല്ലുണ്ട്. അത് ഇപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെങ്കിൽ പോലും അതേ ഇവിടെ യോജിക്കുകയുള്ളൂ. ഈ PV അലിയാറെക്കാളും ആത്മാർത്ഥതയോടുകൂടി വിവരം ചോർത്തി നൽകാനായിട്ട് ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണിക്കോയ ചിലപ്പോൾ ശ്രമിച്ചേക്കാം. അത്തരത്തിലുള്ള അപകടങ്ങളും ഈ PV അലിയാർമാർ ഇത്തരത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലിരുന്ന് ചിലപ്പോൾ ചെയ്തേക്കാം. നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും പോലീസ് സംവിധാനങ്ങൾക്കും എതിരെ ചെയ്യില്ലെന്ന് ആര് കണ്ടു? ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. ചെയ്തിരിക്കുമെന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ ഉറപ്പ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ സൂക്ഷിക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു മുന്നറിയിപ്പും തരാൻ സാധിക്കില്ല. കാരണം ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിലായതുകൊണ്ട് ഈ PV അലിയാറുടെ കൃത്യമായിട്ടുള്ളൊരു ചിത്രം പോലും പലരും കാണിക്കില്ല. തത്വമയി ന്യൂസ് ആ ചിത്രം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലഭ്യമാവുകയാണെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ തീർച്ചയായും പ്രകടിപ്പിച്ചിരിക്കും. അതിൽ രഹസ്യ സ്വഭാവമൊന്നുമില്ല. ലഭ്യമാവുകയാണെങ്കിൽ പ്രേക്ഷകർ ആ PV അലിയാറുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ രൂപം കണ്ടിരിക്കും. പക്ഷെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ചിത്രം പ്രചരിപ്പിക്കുന്നതിന് പോലും ലഭ്യമാകുന്നതിന് പോലും പല തടസ്സങ്ങളും ഉണ്ടാകും, നിയമപരമായിട്ടുള്ള തടസ്സങ്ങളും ഉണ്ടാകും. അത്തരക്കാരെ എങ്ങനെ തിരിച്ചറിയും? പഴയ ഒരു വയർലെസ് ചോർത്തൽ വിവാദമുണ്ട്. ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് സലീം എന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു അതിന്റെ പിന്നിൽ. ആ ഉദ്യോഗസ്ഥൻ ഇന്ന് എവിടെയാണ്, എന്ത് ജോലി ചെയ്യുന്നു, പിരിച്ചുവിട്ടോ, എന്തെങ്കിലും നടപടിയെടുത്തോ? ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ വലിയ കരിങ്കൽ മതിലുകളിൽ ചെന്ന് ഇടിച്ചു നിൽക്കുന്നത് പോലുള്ള ഒരു അനുഭവമാണ് അന്വേഷണങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നത്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശൈലി കാണുമ്പോൾ, ഈ ഒരു മൊത്തം പോലീസ് സംവിധാനത്തിലെ ഒരു ശൈലി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. കാരണം ഈ പച്ചവെളിച്ചം എന്നുള്ള ഒരു സംവിധാനത്തെ കണ്ടെത്തിയിട്ടും അത് ഈ ദേശീയതയുടെ അടുത്ത് നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ തന്നെയാണ് കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം നടത്തി അത് പുറത്തു കൊണ്ടുവന്നത്. ഏതാണ്ട് 14 വർഷങ്ങളായിരിക്കും. 14 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കേരള പോലീസിൽ സജീവമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ വേരുകൾ എത്ര ആഴത്തിലാണ് ഓടിയിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഊഹമെങ്കിലും പ്രേക്ഷകർക്കുണ്ടാകും. ഭയാനകമായ രീതിയിലാണ് ഇതിന്റെ വേരോട്ടം നടന്നിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സുരക്ഷയെ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന, സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്കുള്ളിൽ, അത് രാഷ്ട്രീയപരമായിട്ടാകട്ടെ, പോലീസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാകട്ടെ, ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ തക്ക തരത്തിലാകട്ടെ, ന്യായാധിപന്മാരെ ഞാൻ പറയുന്നില്ല, കാരണം പറയാൻ പാടില്ല. ഒരു നീതിന്യായ വ്യവസ്ഥയുടെ അന്തഃപുരങ്ങളിലും ഇതിന്റെ വേരോട്ടം എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അതിൽ ജഡ്ജിമാരുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിയമപരമായിട്ട് നമുക്കത് പറയാൻ പാടില്ല. കാരണം അത് ഭരണഘടന അല്ലെങ്കിൽ നിയമം അതിനെ ശിക്ഷിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല നമ്മൾക്ക്. അതുകൊണ്ട് മാത്രമാണ് അതിന് മുതിരാത്തത്. മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ട്. മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ PV അലിയാറന്മാരുമുണ്ട്, അരുൺകുമാറുമാരുമുണ്ട്. അരുൺകുമാർമാർ ഒരുപക്ഷെ അഹമ്മദായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് ആർക്കറിയാം. അത്തരത്തിലുള്ള ഒരു വലിയ ശൃംഖല തന്നെ, ഒരു വലിയ വല തന്നെ ഇവർ നമുക്ക് ചുറ്റും വിരിച്ചിട്ടിരിക്കുകയാണ്. അതിലെ ഒരു കണ്ണി മാത്രമാണ് ഈ PV അലിയാർ. വ്യക്തിപരമായിട്ട് PV അലിയാർ എന്നുള്ള വ്യക്തിയുടെ പ്രസക്തമേ അല്ല. കാരണം ഈ ശൃംഖലയെ സംബന്ധിച്ച് നാളെ PV അലിയാർ മണ്ണടിഞ്ഞു പോയാലും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. മറ്റുള്ള ആൾക്കാരെ അവിടെ PV അലിയാർക്ക് പകരം കൊണ്ടുവന്നിരുത്താൻ നിരവധി ആൾക്കാർ അവരുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ PV അലിയാർമാർ തന്നെ ഈ മതവും മനവും പരിവർത്തനം
ചെയ്തു വെച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണന്മാര്, പഴയ ഉണ്ണികൃഷ്ണൻ ഇപ്പോഴത്തെ ഉണ്ണിക്കോയമാര് കാണും അതിന്റെ. അത്ര ഗുരുതരമാണ് സാഹചര്യം. PV അലിയാർ ഒരു സൂചന മാത്രമാണ്, ഒരു എന്താ പറയുക, രോഗലക്ഷണം മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലെ ക്യാൻസർ എന്നുള്ളതോ അല്ലെങ്കിൽ എയ്ഡ്സോ എബോളയോ അതിലും വഷളായിട്ടുള്ള എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് ഈ ജിഹാദികളുടെ ഒരു മാനസികാവസ്ഥയാണ്. മതം മാത്രമാണ് പ്രശ്നം എന്നുള്ള ഒരു ചിന്താഗതി. അത് തന്നെയാണ് നമ്മുടെ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നും. അതും പോലീസ് സംവിധാനങ്ങളിലേക്ക് വരെ ഈ അപകടത്തിന്റെ, ഈ രോഗത്തിന്റെ ഒരു ബാധ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ PV അലിയാർ അത് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അത്രമാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവയ്ക്കുവാനുള്ളത്. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമന്റുകളിലൂടെ പങ്കുവയ്ക്കുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.